ഹലോ, ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 5 മണിക്കുമാണ് വീഡിയോസ് വരാറുള്ളത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജോലികളുടെ ഒഴിവുകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫുൾ ടൈം ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ സബ്ജക്ട്സും എല്ലാ ഡിഗ്രി പഠിച്ചവർക്കുള്ള പലതരത്തിലുള്ള ഒഴിവുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്താറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് നല്ലൊരു അവസരമായിട്ടാണ്. അതും നേവിയിൽ ഓഫീസർ ആവാനുള്ള അവസരമാണ്. അതുമാത്രമല്ല, കൂടെ തന്നെ നമുക്ക് ഇവരുടെ കൂടെ തന്നെ BTech പാസ്സാവാനായിട്ട് സാധിക്കും. BTech ഡിഗ്രിയോടൊപ്പം തന്നെ നേവിയിൽ നമുക്ക് ഓഫീസറായിട്ട് പോസ്റ്റിങ്ങും കിട്ടുന്നതായിരിക്കും. ഇതിന് എക്സാം ഒന്നുമില്ല, നമ്മുടെ +2ൻ്റെ മാർക്ക് ബേസിസിലായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ വിശദ വിവരങ്ങൾ പറഞ്ഞു തരാം. ഇതിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഏഴിമല നേവി അക്കാഡമിയിൽ കേഡറ്റ് എൻട്രി സ്കീമിലേക്ക് പ്രവേശനത്തിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 44 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അതിൽ 6 ഒഴിവ് വനിതകൾക്കാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ 2026 ജനുവരിയിലാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇതിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് BTech ഗ്രാജുവേഷനൊപ്പം തന്നെ നേവിയിലെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ പെർമനന്റ് കമ്മീഷൻഡ് ഓഫീസറായിട്ട് നിയമനം ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 70% മാർക്കോടെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി വിഷയങ്ങൾ ഉൾപ്പെട്ട +2, അതായത് സയൻസ് സ്ട്രീമിൽ ജയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതിന് കൂടെ തന്നെ 10ാം ക്ലാസ്സിലോ +2വിനോ ഇംഗ്ലീഷിന് കുറഞ്ഞത് 50 മാർക്കും കൂടെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ അപേക്ഷകർ എൻട്രൻസ് എക്സാം പാസ്സായിട്ടുണ്ടായിരിക്കണം. നമ്മുടെ സാധാരണ GMain ഉണ്ടല്ലോ, ആ ഒരു എക്സാമും കൂടെ പാസ്സായിരിക്കണം. 2025 അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് പാസ്സായിരിക്കണം. ഇനി ഇതിന് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2006 ജൂലൈ 2നും 2009 ജനുവരി 1നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എക്സാം ഇല്ല, നേരെ മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന എൻട്രൻസ് എക്സാമിൽ JEE മെയിനിൽ 2025ൻ്റെ സ്കോർ നോക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. JEE മെയിൻ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായിരിക്കും അഭിമുഖം ലഭിക്കുന്നത്. അതുകൊണ്ട് എൻട്രൻസ് എക്സാമിന് തരക്കേടില്ലാത്ത മാർക്കുള്ളവർക്ക് ഇൻ്റർവ്യൂ അവർ പ്രോസസ്സ് ചെയ്യും. കാൻഡിഡേറ്റ്സിൻ്റെ നെയിം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റും. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, അതുപോലെ തന്നെ വിശാഖപട്ടണം, ഇത്രയും പ്ലേസിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അതിന് പുറമേ തന്നെ നമ്മുടെ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടല്ലോ, അതും കൂടെ അവർ നോക്കും. അതിനുശേഷമായിരിക്കും മെഡിക്കൽ പരിശോധനയൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഉയരം, തൂക്കം അങ്ങനെ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നിയമനം അവർ ചെയ്യുന്നത്. ഇനി ഇതിന് അപേക്ഷ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കളർ ഫോട്ടോ ഉണ്ടായിരിക്കണം, 10ാം ക്ലാസ്, +2 എന്നിവയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ JEE മെയിൻ്റെ സ്കോർ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര സെൻറ്റിമീറ്ററിലൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു അളവിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ജൂൺ 30 മുതലായിരിക്കും അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ ഇവരുടെ നോട്ടിഫിക്കേഷൻ മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേഡറ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ട്. നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റും. ജൂൺ 30 മുതലായിരിക്കും അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത്. ജൂലൈ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നേവിയിൽ ഇതുപോലെ ജോലി നോക്കുന്നവരാണെങ്കിൽ നമുക്ക് BTech ഡിഗ്രിയോട് കൂടെ തന്നെ ഇവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം +2 പാസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു എൻട്രൻസ് എക്സാം പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂൺ 30 മുതൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്. താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.